രാധേ, എന്താണീ ജനിതക വിപ്ലവമെന്നൊക്കെ പറയുന്നത്? നമ്മുടെ ലോകത്ത് എന്തെങ്കിലും വലിയ മാറ്റങ്ങളുണ്ടാക്കുന്നുണ്ടോ? ഉണ്ട് രാജു. നമ്മുടെ ചുറ്റും നടക്കുന്ന സാങ്കേതിക വിദ്യയുടെ വളർച്ച കണ്ടില്ലേ? അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതിന് ഉദാഹരണങ്ങൾ പറയാമോ? ദാ കേട്ടോളൂ. ലാബ് ഇറച്ചിയൊരു ഉദാഹരണമാണ്. ഇനി മൃഗങ്ങളെ കശാപ്പ് ചെയ്യണ്ട. മൃഗങ്ങളിൽ നിന്ന് വിത്ത് കോശങ്ങൾ സ്റ്റെം സെൽസ് എടുത്ത് ലാബിൽ വെച്ച് കൃത്രിമമായി രുചിയുള്ള മാംസമുണ്ടാക്കുന്നു. ഇത് വിദേശ രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. കൊള്ളാമല്ലോ. വേറെ എന്തെങ്കിലും? ജീൻ എഡിറ്റിംഗ് വഴി ജന്മനാ രോഗങ്ങളെ തടയാൻ കഴിവുള്ള സസ്യങ്ങളെ ഉണ്ടാക്കുന്നു. ഉദാഹരണത്തിന് ഫംഗസ് രോഗത്തെ പ്രതിരോധിക്കുന്ന തക്കാളിച്ചെടി. അങ്ങനെയെങ്കിൽ രാസകീടനാശിനികൾ കുറയ്ക്കാനാകും. നമ്മുടെ കുറ്റാന്വേഷണത്തിലൊക്കെ ഇത് സഹായിക്കുമോ? തീർച്ചയായും. കുറ്റകൃത്യം നടന്ന സ്ഥലത്തുനിന്ന് കിട്ടുന്ന ഒരു മുടിക്കഷണം മതി. അതിലെ DNA വിശകലനം ചെയ്ത് കുറ്റവാളിയെ എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും. അപ്പോൾ എന്താണ് ജൈവസാങ്കേതികവിദ്യ, ബയോടെക്നോളജി? മനുഷ്യർക്ക് ഉപകാരമുള്ള ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഉണ്ടാക്കാൻ ജീവികളെയോ അവയുടെ ഭാഗങ്ങളെയോ ഉപയോഗിക്കുന്ന വിദ്യയാണ് ജൈവസാങ്കേതികവിദ്യ. ജനിതക എഞ്ചിനീയറിംഗ് എന്താണ്? ജീനുകളെ കൂട്ടിച്ചേർത്തോ നീക്കം ചെയ്തോ ഒരു ജീവിയിൽ നമുക്ക് ആവശ്യമുള്ള നല്ല സ്വഭാവങ്ങളുണ്ടാക്കിയെടുക്കുന്ന സാങ്കേതിക വിദ്യയാണ് ജനിതക എഞ്ചിനീയറിംഗ്. ജീനുകളെ എങ്ങനെയാണ് മുറിക്കുന്നതും കൂട്ടിച്ചേർക്കുന്നതും? അതിന് പ്രധാനമായി ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് റീകോമ്പിനന്റ് DNA ടെക്നോളജി. ഇവിടെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന എൻസൈമാണ് ജനിതക കത്രികയായി ഉപയോഗിച്ച് ആവശ്യമുള്ള ജീനിനെ മുറിച്ചെടുക്കുന്നു. മുറിച്ചെടുത്ത ജീനിനെ മറ്റൊന്നിലേക്ക് കൂട്ടിച്ചേർക്കാൻ ലിഗേസ് എന്ന എൻസൈം ജനിതക പശയായി ഉപയോഗിക്കുന്നു. ഈ ജീനുകളെ ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്കെത്തിക്കുന്നത് ബാക്ടീരിയയിലെ പ്ലാസ്മിഡ് പോലുള്ള വാഹകരെ ഉപയോഗിച്ചാണ്. റീകോമ്പിനന്റ് DNAയേക്കാൾ കൃത്യതയുള്ള പുതിയ വിദ്യയുണ്ടോ? ഉണ്ട്. ക്രിസ്പർ സാങ്കേതികവിദ്യ. ഇത് വളരെ കൃത്യതയോടെ DNAയെ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആധുനിക വിദ്യയാണ്. Cas9 എൻസൈം കത്രികയായും ഗൈഡ് RNA വഴികാട്ടിയായും പ്രവർത്തിച്ച് കൃത്യമായ ഭാഗം മുറിച്ചുമാറ്റുന്നു. എന്താണ് GMOs? ജനിതക സാങ്കേതിക വിദ്യയിലൂടെ ജനിതക ഘടനയിൽ മാറ്റം വരുത്തിയ ജീവികളാണ് ജനിതക മാറ്റം വരുത്തിയ ജീവികൾ. ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് GMOs. ഉദാഹരണത്തിന് കീടങ്ങളെ പ്രതിരോധിക്കുന്ന BT കോട്ടൺ, പോഷകസമൃദ്ധമായ ഗോൾഡൻ റൈസ്, ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബാക്ടീരിയകളെല്ലാം GMOs ആണ്. മനുഷ്യന്റെ ജീനുകളെക്കുറിച്ച് പഠിച്ച ആ വലിയ പ്രോജക്റ്റ് ഏതാണ്? അതാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് HGP. മനുഷ്യന്റെ 3000 കോടി DNA ബേസ് ജോഡികളുടെ ക്രമം പൂർണ്ണമായും മനസ്സിലാക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. മനുഷ്യനിൽ ഏകദേശം 20,000 മുതൽ 25,000 വരെ ജീനുകളുണ്ട് എന്നാണ് അവർ കണ്ടെത്തിയത്. ഈ പഠനം എങ്ങനെയാണ് രോഗങ്ങൾ ചികിത്സിക്കാൻ സഹായിക്കുന്നത്? ജീൻ തെറാപ്പി എന്ന രീതി ഉപയോഗിച്ചാണ് ഇത് സാധ്യമാക്കുന്നത്. തകരാറുള്ള ജീനുകളെ നീക്കം ചെയ്ത് പകരം നല്ല ജീനുകളെ കോശങ്ങളിലെത്തിച്ച് രോഗങ്ങളെ ചികിത്സിക്കുന്നു. DNA ഫിംഗർപ്രിന്റിംഗ് എന്താണ്? DNA ഫിംഗർപ്രിന്റിംഗ് എന്നാൽ എല്ലാ മനുഷ്യരിലും DNAയുടെ 99.9% ഒരേപോലെയാണ്. എന്നാൽ ബാക്കിയുള്ള 0.9%-ലെ ന്യൂക്ലിയോടൈഡുകളുടെ ക്രമ ഓരോ വ്യക്തിയിലും വിരലടയാളം പോലെ വ്യത്യസ്തമായിരിക്കും. ഈ വ്യത്യാസം തിരിച്ചറിഞ്ഞ് കുറ്റവാളികളെയും മാതാപിതാക്കളെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന വിദ്യയാണ് DNA ഫിംഗർപ്രിന്റിംഗ്. ജീവശാസ്ത്രത്തിൽ വേറെ എന്തൊക്കെ പുതിയ കാര്യങ്ങളുണ്ടോ? ഒരുപാടുണ്ട്. ലാബിൽ വളർത്തുന്ന ത്രിമാന ടിഷ്യൂ മാതൃകകളായ ഓർഗനോയിഡുകൾ, 3D പ്രിന്റിംഗ് ഉപയോഗിച്ച് അവയവ മാതൃകകൾ നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ, നിർമ്മിത ബുദ്ധി AI ഉപയോഗിച്ച് രോഗനിർണയം, മരുന്നുകൾ കണ്ടെത്തൽ എന്നിവയൊക്കെ ആധുനിക രംഗത്തെ പ്രധാന കണ്ടുപിടുത്തങ്ങളാണ്. അപ്പോൾ ഈ വിഷയങ്ങൾ വളരെ വലുതാണല്ലേ? അതെ രാജു. ജീവശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഒരുമിച്ച് ലോകത്തെ മാറ്റിമറിക്കുകയാണ്.